അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, മഹാനായ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം, നബിയുടെ കൂടെ സഹവസിക്കണം എന്നാഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അതാകട്ടെ ദുനിയാവിൽ നിന്ന് നമുക്ക് ആ ഒരു സഹവാസം ബുക്ക് ചെയ്തു പോകാൻ പറ്റുമെങ്കിലോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു സംഭവമായിരിക്കും അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ മനോഹരമായൊരു വാചകമുണ്ട്. അന വകാഫിലുൽ യതീമി കഹാതൈനി ഫിൽ ജന്ന വഅശാറ ബിസ്സബാബതി വൽ വുസ്താ. ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് വെച്ചുകൊണ്ട് സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും എന്ന്. നമ്മൾക്ക് കിട്ടണ്ടേ സഹോദരന്മാരെ? യതീമിനെ, ഒരു യതീം കുടുംബത്തെ സംരക്ഷിക്കുക. എന്താണ് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് യതീം സംരക്ഷണം എന്നത് ഒരു വാക്ക് മാത്രമായി മാറിയിട്ടുണ്ട്. നബി തിരുമേനി വിശദീകരിക്കേണ്ടത് എന്താണെന്ന്. മൻ ദമ്മ യതീമൻ ലഹു ഔ ലിഗൈരിഹി ഹത്താ യുഗ്നിയഹു അല്ലാഹു അൻഹു വജബത് ലഹുൽ ജന്ന. നിങ്ങൾ നിങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ഒരു യതീമിനെ നിങ്ങളിലേക്ക് ചേർത്ത് പിടിച്ചാൽ, തമ്മ, നമ്മൾ നമ്മുടെ നെഞ്ചോട് ചേർക്കുന്നതിനാണ് ദമ്മ എന്ന് പറയാം. അങ്ങനെ ചേർത്താൽ അവന് സ്വർഗം നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ബൈത്തിൻ ഫിൽ മുസ്ലിമീന ബൈത്തുൻ ഫിഹി യതീമുൻ യുഹ്സനു ഇലൈഹി. മുസ്ലിമീങ്ങളുടെ വീടുകളിൽ ഏറ്റവും മനോഹരമായ വീട്, ഏറ്റവും നല്ല വീട് ഒരു യതീമുള്ള വീടാണ്. ആ വീട്ടിൽ യതീമിനോട് അവന് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യതീമിനെ നമ്മൾ എന്തു ചെയ്യണം? എന്താണ് കഫാലത്തുൽ യതീം? അത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തേത്, യതീം എന്ന് പറഞ്ഞാൽ ആരാന്ന് നമുക്കറിയാലോ. പിതാവ് നഷ്ടപ്പെട്ടവരാണ് ചെറുപ്പത്തിൽ തന്നെ. ഒരുപക്ഷെ മാതാവ് ഉണ്ടാവും, എങ്കിലും മാതാവിൻ്റെ പരിചരണം പിതാവിൻ്റെ അഭാവത്തിൽ അത്ര ശക്തമായി ലഭിച്ചുകൊള്ളണമെന്നില്ല, പ്രത്യേകിച്ചും ജീവിത സാഹചര്യമൊക്കെ പ്രയാസമുള്ളവർക്ക്. ഇപ്പോൾ യതീമിന് ആവശ്യം ഒന്നാമതായി മാനസികവും വൈകാരികവുമായ പരിചരണമാണ്. ദയയോടെ, സൗമ്യതയോടെ അവനോട് പെരുമാറണം. മാതാപിതാക്കളുടെ നഷ്ടത്തിന് വാത്സല്യത്തോടെ പരിഹാരം നമുക്ക് കാണാൻ സാധിക്കണം. അവനെ ആശ്വസിപ്പിക്കാൻ, അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ തലയിൽ തലോടി നമ്മുടെ പാപങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കണം. ഒന്ന്. രണ്ടാമത്തേത് ഭൗതികമായ പരിചരണമാണ്. നിയമാനുസൃതമായ നമ്മുടെ വരുമാനം ഉപയോഗിച്ച് അവന് ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, ചികിത്സ ഇതൊക്കെ നമുക്ക് നൽകാൻ കഴിയണം. നമ്മുടെ പൊന്നുമോനെപ്പോലെ, പൊന്നുമോളെപ്പോലെ നമുക്ക് നൽകാനാവണം. അതാണ് വേണ്ടത്. മൂന്നാമത്തേത് വളർത്തലും അച്ചടക്കവുമാണ്. ഇസ്ലാമിക മൂല്യങ്ങൾക്കനുസരിച്ച് അവനെ വളർത്തണം. അവന് മതത്തെക്കുറിച്ച് പഠിപ്പിക്കണം, അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കണം. എങ്കിൽ മാത്രമേ അവനൊരു നല്ല പൗരനായി മാറുകയുള്ളൂ. നാലാമത്തേത് അവൻ്റെ സമ്പത്ത് സംരക്ഷിക്കലാണ്. അനാഥന് സമ്പത്തുണ്ടെങ്കിൽ അത് സംരക്ഷിക്കപ്പെടണം. അവൻ്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയോ ഒരിക്കലും നശിപ്പിക്കപ്പെടുകയോ ചെയ്യാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ 23 സ്ഥലങ്ങളിലാണ് അനാഥകളെക്കുറിച്ച് പറയുന്നത്, നമ്മൾ ഓർക്കണം. മറ്റൊന്ന് സഹോദരങ്ങളെ, അനാഥനവനോട് ദയ കാണിക്കണം. പരുഷമായി ഒരിക്കലും പെരുമാറരുത്. അവനെ താഴ്ന്നവനാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കരുത്. അവൻ്റെ വസ്ത്രവും അവൻ്റെ ജീവിത രീതിയും നമ്മുടേതല്ലാത്ത മറ്റൊന്നാകരുത്. അതാണ് കാഫിൽ എന്നതിൻ്റെ ഉദ്ദേശം. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു കുഞ്ഞ്, ഒരു മോള്, ഒരു മോൻ അല്ലെങ്കിൽ ഒരു കുടുംബം നമുക്കും ഉണ്ടാകട്ടെ. ചേർത്ത് പിടിക്കാൻ, അവരെ സന്ദർശിക്കാൻ, അവരെ കാണുമ്പോൾ സമാധാനം നമുക്ക് കിട്ടാൻ. അല്ലേ, എത്ര വലിയ പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്ന്. വിശുദ്ധ ഖുർആൻ കല്ലാ ബല്ലാ യുക്രിമൂനൽ യതീം എന്ന് പറഞ്ഞു. യതീമിനെ ഇക്റാം ചെയ്യണം, ആദരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ആദരിക്കാത്തവരെ ഇസ്ലാം വളരെ ശക്തമായ രൂപത്തിൽ ഗുണദോഷിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അമ്മൽ യതീമ ഫലാ തഖ്ഹർ എന്ന് പറഞ്ഞു. അനാഥയെ നീ അടിച്ചമർത്തരുത്. ഇത് പറയുന്നതിന് തൊട്ട് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം ജീവിതമാണ് പറഞ്ഞത്. അലം യജിദ്ക യതീമൻ ഫആവാ. യതീമായല്ലേ മുഹമ്മദ് നബി അങ്ങ് വളർന്നത്, അങ്ങക്ക് നാം സംരക്ഷണം നൽകിയില്ലേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു യതീം കുടുംബത്തെ നമുക്കും സംരക്ഷിക്കാം. അങ്ങനെ തിരുമേനിയുടെ കൂടെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് ചേരാം. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. യതീം കുടുംബത്തെ പരിചയപ്പെടുത്തി നൽകും, അവർക്ക് സംരക്ഷിക്കാം.
കേവല സംരക്ഷണമല്ല, നിങ്ങളവരുടെ മെൻറ്ററായി, നിങ്ങളവരുടെ കൂട്ടുകാരനായി, നിങ്ങളവരുടെ പിതാവായി, നിങ്ങളവരുടെ സംരക്ഷകനായി, അവർക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് തോന്നാവുന്ന രൂപത്തിലുള്ള ഒരു രക്ഷകർത്തൃത്വം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിലെത്താം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ.